ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. പള്ളുരുത്തി പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി AXCയെ ഘെരാവ് ചെയ്തു. പള്ളുരുത്തി പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി AXCയെ ഉപരോധിച്ചു. കുടിവെള്ള പൈപ്പിൽ മലിനജലം കയറുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൂടിയാണ് പ്രവർത്തകർ ഘെരാവ് സമരം സംഘടിപ്പിച്ചത്. പള്ളുരുത്തി ESI റോഡിൽ ശുദ്ധജലം മുടങ്ങിയിട്ട് 3 മാസക്കാലമായി. വിഷയം പരിഹരിക്കാൻ പുതിയ കണക്ഷനുമായി 2 ആഴ്ചക്കുള്ളിൽ ക്ലബ്ബ് ചെയ്ത് പരിഹരിക്കുമെന്നും കുടിവെള്ള പൈപ്പുകളിൽ മലിനജലം കയറുന്നത് തടയാൻ മെയിൻ്റനൻസ് കോൺട്രാക്ടർമാരുടെ എണ്ണം കൂട്ടുമെന്നും മുണ്ടമ്പേലി അത്തിപ്പുഴി ഭാഗത്തെ കുടിവെള്ള വിഷയം പരിഹരിക്കാമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഘെരാവ് സമരം അവസാനിപ്പിച്ചത്. സമരത്തിൽ തമ്പി സുബ്രഹ്മണ്യം, PP ജേക്കബ്, ഹരേഷ് MH, അവറാച്ചൻ EJ, CX ജൂഡ്, പ്രേം ജോസ് KM, PG ഗോപിനാഥ്, IA ജോൺസൺ, അരുൺകുമാർ, ലിഫിൻ ജോസഫ്, ബൈജു മാളിയേക്കൽ, മോൻ തോമസ്, സദാശിവൻ നായർ എന്നിവർ നേതൃത്വം നൽകി. പള്ളുരുത്തി മുണ്ടമ്പേലി പ്രദേശത്തെ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഇന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് പള്ളുരുത്തി ESI റോഡിൽ കഴിഞ്ഞ 3 മാസ കാലയളവായിട്ട് ഏകദേശം 420ഓളം കൺസ്യൂമേഴ്സിന് കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വാട്ടർ ബില്ല് ജനങ്ങൾ അടക്കുന്നുണ്ട്, പക്ഷേ കുടിവെള്ളം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവസാനം വെള്ളം പമ്പ് ചെയ്ത് വരുമ്പോൾ മലിനജലം കാണകളിൽ നിന്ന് കയറി സാംക്രമിക രോഗങ്ങൾ വരെ പടർന്നു കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോയ ഘട്ടത്തിനകത്താണ് ഇന്ന് വാട്ടർ അതോറിറ്റി AXCയെ ഘെരാവ് ചെയ്ത് 3 മാസ കാലയളവായി ESI റോഡിൽ നിലനിൽക്കുന്ന കുടിവെള്ള വിഷയം പരിഹരിക്കണം, അതിന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഞങ്ങളുടെ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്കാലുള്ള ഉറപ്പ് ഞങ്ങൾ ഇവരെ അംഗീകരിക്കുന്നില്ല. പലതവണ ഫോണിൽ ബന്ധപ്പെട്ട് പലതവണ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് 4 മാസ കാലയളവിൽ 420ഓളം വരുന്ന ഉപഭോക്താക്കൾ ESI റോഡിൽ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.